all, it's me Misna and welcome back to Learn with Misna. നമ്മൾ ഇന്ന് ക്ലാസ് 9ലെ മാത്സ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. പാർട്ട് 4 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സക്സസീവ് മാഗ്നിഫിക്കേഷൻ എന്ന പോർഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ എന്താണ് സക്സസീവ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അത് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് എങ്ങനെയാണ് കാണിച്ചു തരാം. 3.765 നമ്പർ ലൈനിൽ കാണിക്കുക. അപ്പോൾ സക്സസീവ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നമ്മൾ ഒന്നുകൂടെ വലുപ്പമായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ സംതിങ് വി ഹാവ് ടു മാഗ്നിഫൈ. സക്സസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ മാഗ്നിഫൈ ചെയ്യുക. ഇറ്റ്സ് നോട്ട് വൺ ടൈം. നമ്മൾ 2 or 3 times മാഗ്നിഫൈ ചെയ്താൽ മാത്രമേ ആ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാവും. 3.765 നമ്മൾ നോർമൽ നമ്പർ ലൈൻ പഠിച്ചതിൽ 3.765 ഒരിക്കലും നമുക്ക് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ആദ്യം ഒരു നമ്പർ ലൈൻ നമ്മൾ നോർമൽ നമ്പർ ലൈൻ വരക്കാം. 0, 1, 2, 3, 4, -1, -2. അതിൽ ഈ 3.7 നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ്സ് എടുക്കാം. ഈ 3.7 ഏത് 2 നമ്പേഴ്സിന്റെ ബിറ്റ്വീൻ ആയിരിക്കും വരാം? 3ന്റെയും 4ന്റെയും ബിറ്റ്വീൻ ആയിരിക്കും ആ നമ്പർ വരാം, അല്ലേ? 3.765 വരുന്നത് 3ന്റെയും 4ന്റെയും നടുവിലായിരിക്കും വരിക. ഇനി നമുക്ക് ആ 3ഉം 4ഉം ഒന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നിഫൈ ചെയ്ത് കാണിക്കാം. 3ന്റെയും 4ന്റെയും നമ്പേഴ്സ് വരുന്ന നമ്പേഴ്സ് ഇതൊക്കെ, 3ന്റെയും 4ന്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. 3.1, 3.2, 3.3, 3.4, 3.5, 3.6, 3.7, 3.8, 3.9 and then comes 4. നമ്മൾ 3.76 അടുത്ത നമ്പറും കൂടി എടുക്കാം. 3.76 വരുന്നത് ഏത് 2 നമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും? 3.7ന്റെയും 3.8ന്റെയും നടുവിലായിരിക്കും വരാം. അപ്പൊ ഇനി അതെടുത്തിട്ട് മാഗ്നിഫൈ ചെയ്യാം. നമ്മൾ 3.7 എടുത്തു, 3.8 എടുത്തു. അപ്പൊ അതിനിടയിൽ നമ്മൾ വരുന്ന നമ്പേഴ്സ് എത്രയായിരിക്കും? 3.71, 3.72, 3.73, 3.74, 3.75 അങ്ങനെ 3.79 വരെ നമ്മൾ എഴുതി. അതിന് 3.8. ഈ 3.76 ഏത് 2 നമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും വരാം? 3.76 വരിക. ഒന്ന് 3.76ഉം ഒന്ന് 3.77ന്റെ നടുവിലായിരിക്കും ഈ നമ്പർ വരിക. അടുത്ത് നമ്മൾ എന്താ വരയ്ക്കണ്ടേ? 3.76ഉം 3.77 ഒന്ന് മാഗ്നിഫൈ ചെയ്ത് കാണിക്കാം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 3.765 ആണ്. നമ്മൾ അതിന് സക്സസ്ഫുൾ ആയിട്ട് മാഗ്നിഫൈ ചെയ്ത് പോകണം. ഇതിൽ ആദ്യം നമ്മൾ നോർമൽ നമ്പർ ലൈൻ വരച്ചു. അപ്പൊ നമ്മൾ 3.7 എന്ന് പറയുമ്പോൾ ഏത് 2 നമ്പേഴ്സിന് ബിറ്റ്വീൻ ആയിരിക്കും വരാം? 3ന്റെയും 4ന്റെയും. ഇനി നമ്മൾ അത് നെക്സ്റ്റ് നമ്മൾ 3ഉം 4ഉം മാത്രമായിട്ട് വരച്ചു. അതിനിടയിൽ ഏതൊക്കെ നമ്പേഴ്സ് വരാം? ഡെസിമൽ നമ്പേഴ്സ് വരും, അല്ലെ? നമ്മുടെ അടുത്ത നമ്പർ എന്താ? 3.76. അതായത് 3.7ഉം 3.8ന്റെയും നടുവിലായിരിക്കും ഈ നമ്പർ വരിക. അപ്പൊ അടുത്തത് ഇനി അത് മാഗ്നിഫൈ ചെയ്യുക. 3.7ഉം 3.8ഉം. അപ്പൊ 3.71, 3.72, 3.73. നമ്മുടെ നമ്പർ എന്താ? 3.765. അതായത് 3.76ന്റെയും 3.77ന്റെയും നടുവിലായിരിക്കും ഈ നമ്പർ വരിക. ഇനി നമുക്ക് അടുത്തത് അത് മാഗ്നിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം, അല്ലെ? ഇവിടെ ഞാൻ വരച്ചു. 3.76ഉം 3.77 നമ്മുടെ നമ്പർ എന്തായിരിക്കും? 3.761, 3.762. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3.765. അവിടെ എവിടെയാണ് വരുന്നത്? 3.765. സോ ദിസ് ഈസ് നമുക്ക് റിക്വയർഡ് ആയ നമ്പർ. അതൊരു ബോക്സ് ഇട്ട് കാണിക്കാം. സോ ദിസ് ഈസ് യുവർ 3.76. നമ്മളപ്പോ എത്ര പ്രാവശ്യം മാഗ്നിഫൈ ചെയ്തു? ആദ്യം 0, 1, 2, 3 അതൊന്ന്, പിന്നെ 3ഉം 4ഉം, പിന്നെ 3.7ഉം 3.8ഉം, പിന്നെ നമ്മൾ ഈ ഒരു 3.76ഉം 3.77 മാഗ്നിഫിക്കേഷൻ 4 പ്രാവശ്യം നമ്മളിങ്ങനെ സക്സസ് വരില്ലേ, വൺ ആഫ്റ്റർ അനദർ ചെയ്തപ്പോഴാണ് നമുക്കിത് പ്ലോട്ട് ചെയ്യാൻ പറ്റിയത്. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് സക്സസീവ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ മനസ്സിലായല്ലോ? ഞാൻ ഒരു എക്സാമ്പിളും കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ഇതിന്റെ ഈ സക്സസീവ് മാഗ്നിഫിക്കേഷന്റെ നോക്കാം. 4.26 ബാർ. ഈ 2ന്റെയും 6ന്റെയും മുകളിൽ ബാർ എന്ന് പറഞ്ഞാൽ 26 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനർത്ഥം 4.2626 അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അല്ലേ? ഇപ്പൊ നമ്മൾ ആദ്യം നോർമൽ നമ്പർ ലൈൻ വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ 4.26 ബാർ ആയിരുന്നു. അത് തന്നെ 4.262626. അപ്പൊ ഏത് 2 നമ്പേഴ്സിന് ഇടയിലാണ് വരാൻ? നമ്മൾ 4നെക്കാട്ടും ഗ്രേറ്റർ ആണ്. സോ 4 പക്ഷെ 5നെക്കാട്ടും ലെസ് ആണ്. സോ 4ന്റെയും 5ന്റെയും നടുവിലായിരിക്കും 4.26 വരാം. ഇനി നമുക്ക് അടുത്തത് 4ഉം 5ഉം തമ്മിലൊന്ന് magnify ചെയ്യാം. 4 and here comes 5. So this is your 4.1, this is your 4.2, this is your 4.3, this is your 4.4 and it comes to 4.9 വരെ പോകും, അല്ലേ?
നമ്മുടെ 4.26 എന്നാണ് വരുന്നത് അല്ലെ. നമ്മൾ അടുത്ത ഡിജിറ്റ് കൊണ്ട് നോക്കുമ്പോൾ 4.26. സോ ഇറ്റ് കംസ് ബിറ്റ്വീൻ 4.2 ആൻഡ് 4.3 അല്ലെ. 4.2-നെക്കാട്ടും വലുതാണ്, പക്ഷെ 4.3-നെക്കാട്ടും താഴെയാണ്. സോ അതിന് രണ്ടിന്റെയും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരാം. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് മാഗ്നിഫൈ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് വരുന്നത് 4.2, ഇവിടെ വരുന്നത് 4.3. സോ ഹിയർ കംസ് 4.21, 4.22, 4.23, 4.24, 4.25, 4.26, 4.27, അങ്ങനെ 4.29 വരെ പോകും അല്ലേ. സോ അതിന്റെ നമ്മുടെ 4 അടുത്ത നമ്പർ 4.262, അതായത് 26-നെക്കാട്ടും വലുതാണ്, പക്ഷെ 267-നെക്കാട്ടും കുറവാണ്. സോ ഇതിന് രണ്ടിനും, അതായത് 4.26-ന്റെയും 4.27-ന്റെയും നടുവിലായിരിക്കും വരിക. അടുത്ത് നമ്മൾ അതാണ് ഇനി മാഗ്നിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ആണ് 4.26ഉം 4.27. അപ്പൊ ഞാൻ 4.261, 4.262, 4.263, 4.264. It goes on. നമ്മുടെ റിക്വയർഡ് നമ്പർ എന്താ? 4.2626 അല്ലെ. അപ്പോൾ ഏതിനാണ് ബിറ്റ്വീൻ ആയിരിക്കും? ഇതിന്റെയും ബിറ്റ്വീൻ ആയിരിക്കും അല്ലെ. 4.262-ന്റെയും 4.263-ന്റെയും ബിറ്റ്വീൻ ആയിരിക്കും. അപ്പൊ ഈ നെക്സ്റ്റ് അതെടുക്കാം. 4.262, 4.2621, അങ്ങനെ ഇത് പോയിട്ട് നമുക്ക് 4.2626 എന്ന് കിട്ടും. അതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ അല്ലെ. അതിനിടയിൽ നമുക്ക് എന്തായാലും 4.262, 4.263, 4.264, 4.261, 22, 23, 24, 25, 26. നമുക്ക് 26 അതിനായിട്ട് കിട്ടും. ഇവിടെ നോക്കണ്ട 4.2625, അതായത് 4.2626. അതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ. മനസ്സിലായാലോ? അപ്പൊ നമ്മൾ ഓരോന്നിനും ബിറ്റ്വീൻ ഏതാ നോക്കിയിട്ട് ഇങ്ങനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആൻസർ കിട്ടുന്നവരെ മാഗ്നിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വളരെ ഈസിയാണ് അല്ലേ ചെയ്യാൻ. നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ചെയ്യണം. നമ്മളിങ്ങനെ പതുക്കെ മാഗ്നിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് സക്സസീവ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ നെക്സ്റ്റ് അടുത്ത പോർഷനിലേക്ക് കടക്കാം. നെക്സ്റ്റ് പാർട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഞാനിവിടെ 3 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് 2 minus √5 റാഷണൽ ഓർ ഇറാഷണൽ? നമ്മളിവിടെ നോക്കിയാൽ 2 ഒരു റാഷണൽ നമ്പർ ആണ് അല്ലെ. 2/1 എന്ന് നമുക്ക് എഴുതാം. പക്ഷെ √5 ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ ആസ് √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, therefore 2 minus √5 is irrational. √5 ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ √5 ഡെസിമൽ പ്ലേസ് വെച്ച് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ തന്നെ നമുക്ക് നോൺ റെക്കറിംഗ് ആയിട്ടാണ് കിട്ടുക. അത് 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോൺ റെക്കറിംഗ് ആയിട്ടായിരിക്കും കിട്ടുക. സോ അതുകൊണ്ട് തന്നെ 2 minus √5 ഒരു ഇറാഷണൽ നമ്പർ. √5-ന്റെ എന്താ പറയുക ഡെസിമൽ എന്ന് പറയുന്നത് 2.23657 അങ്ങനെ ഇങ്ങനെ നോൺ റിപ്പീറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്. സോ ഇത് നോൺ റെക്കറിംഗ് ആയതുകൊണ്ട് തന്നെ അത് ഇറാഷണൽ നമ്പറാണ്. സോ അത് 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിന്റെ ആൻസറും ഒരു നോൺ റെക്കറിംഗ് ആയിരിക്കും. സോ therefore it is irrational in nature. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 plus √23 and minus √23. ഈ പ്ലസ് √23 മൈനസ് √23 കട്ടാവും. കാരണം രണ്ട് സെയിം നമ്പർ ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ കട്ടാവും. സോ ആൻസർ ഇസ് 2. സോ അതൊരു റാഷണൽ നമ്പറാണ്. എങ്ങനെ റാഷണൽ എന്ന് പറയാം? എനിക്കത് p/q ഫോമിൽ എഴുതാം. 2/1 ഏത് നമ്പർ ആയാലും അതെനിക്ക് p/q ഫോമിൽ എഴുതാം. 2√7 അതും അഗെയിൻ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് 2ഉം √7 അപ്പൊ 2√2 എന്ന് വിചാരിക്കാം. 2√2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ 2 into 1.412 അതാണ് അതിന്റെ മീൻസ് എക്സ്പാൻഷൻ. സോ നമുക്കത് കിട്ടുമ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ആൻസർ അല്ലേ കിട്ടാം. സോ ആസ് ഇറ്റ് ഇസ് ഫിക്സ്ഡ് ആൻസർ അഗൈൻ √2 ഒരു റാഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്കൊരു ഇൻഫൈനൈറ്റ് ഡെഫിനിറ്റ് പാറ്റേണിലല്ല പോകും. സോ ഇറ്റ് ഈസ് ഇറാഷണൽ ഇൻ നേച്ചർ. അതായത് ഈ ഒരു റൂട്ട് നമ്പേഴ്സിന്റെ എല്ലാം നോൺ റെക്കറിംഗ് ആയതുകൊണ്ട് തന്നെ അത് മൾട്ടിപ്ലൈയോ ആഡോ സബ്ട്രാക്റ്റോ വേറൊരു നമ്പറായിട്ട്, അതായത് നമ്മൾ സാധാരണ നമ്പറായിട്ട് ചെയ്താൽ തന്നെ അതിന് നോൺ റെക്കറിംഗ് ആയിരിക്കും. സോ therefore അതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടൈപ്പാണ്. അതായത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം.
നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ സിംപ്ലിഫൈ അല്ലെങ്കിൽ റാഷണലൈസേഷൻ അത് പോകുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് പഠിച്ച അല്ലെങ്കിൽ 6th, 7th, 8th പഠിച്ച കുറച്ച് ആൽജിബ്രിക് ഐഡന്റിറ്റീസ് നിങ്ങൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്. കാരണം ആ ആൽജിബ്രിക് ഐഡന്റിറ്റീസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആൽജിബ്രിക് ഐഡന്റിറ്റീസ്? ഇതാണ് ആൽജിബ്രിക് ഐഡന്റിറ്റീസ്. a+b² അതിനെന്താണ് എക്സ്പാൻഷൻ? a² + 2ab + b². അതേപോലെ a-b² that is equal to a² - 2ab + b². a+b into a-b that is equal to a² - b². ഈ 3 ആൽജിബ്രിക് ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇത് നിങ്ങൾ ഒരു മൈൻഡിൽ വെക്കുക, കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 3 + √3 × 2 + √2. നമുക്ക് ആ 3 ഐഡന്റിറ്റീസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 2 ബ്രാക്കറ്റിലും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. നമ്മൾ എ ബി ഒന്നും കോമൺ അല്ല, 2 ബ്രാക്കറ്റ്സിലും ഡിഫറെന്റ് നമ്പേഴ്സ് ആയിട്ട് കോമൺ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻഡിവിജ്വൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ 3 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √2 ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഈ √3 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കാം എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. 3 × 2 3 × 2 പ്ലസ് സൈൻ ആയതുകൊണ്ട് പ്ലസ് ചെയ്യാം. 3 × √2 പ്ലസ് √3 × 2 അതായത് 2√3 പ്ലസ് √3 × √2 √6 ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6. 3 2s are 6 പ്ലസ് 3√2 പ്ലസ് 2√3 പ്ലസ് √6. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്കിത് ഫൈനലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം 6 നമുക്ക് ഒന്നുമായിട്ട് ആഡ് ഒന്നും പറ്റില്ല. കാരണം ഒരു എന്താ പറയുക സാധാ നമ്പർ കോൺസ്റ്റൻസ് ഒന്നുമില്ല. അതുതന്നെ 3√2ഉം 2√3ഉം പരസ്പരം ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ റൂട്ടിൽ സപ്പോസ് 2ന്റെയും √2 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 2ന്റെയും √3 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ രണ്ടും ഡിഫറെന്റ് റൂട്ട് ആയതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ വയ്ക്കണം. ഇവിടെ √6 ആണ്, അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെന്റ് നമ്പേഴ്സ് വന്നാൽ ഈ ഇൻഡിവിജ്വൽ നമ്പർ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ ഫസ്റ്റ് നമ്പർ അടുത്ത ബ്രാക്കറ്റിലെ 2 നമ്പേഴ്സായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത നമ്പറും 2 നമ്പേഴ്സായിട്ട് ഇൻഡിവിജ്വലി മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ടത് ആഡ് നമ്മൾ എന്താണ് സൈൻ, സപ്പോസ് ഇവിടെ ആഡ് ആണെങ്കിൽ ആഡ്, സബ്ട്രാക്ട് ആണെങ്കിൽ സബ്ട്രാക്ട്, അതനുസരിച്ച് ചെയ്യാം. റൂട്ടിൽ രണ്ടും സെയിം നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഡോ സബ്ട്രാക്റ്റോ ചെയ്യാം. ഈ പോർഷൻ സപ്പോസ് ഇവിടെ 2 എന്നാണ് വന്നിരുന്നെങ്കിൽ 3 + 2 5√2 എന്നാണ് ആൻസർ. അല്ലെങ്കിൽ √2 + √2 √4 എന്ന് എഴുതാൻ പറ്റില്ല. പക്ഷേ ഈ റൂട്ടിന് എന്താ പറയുക പുറത്തുള്ള നമ്പർ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ 3 + 3√2 + 2√2 എന്നായിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ 5√2 എന്നായേനെ. പക്ഷെ ഇവിടെ ഒന്നിന്റെ റൂട്ടും ഒന്നിന്റെ √3 ആയതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. 2ന്റെ ഉള്ളിൽ √2 എന്നായിരുന്നെങ്കിൽ ആ √2ന് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കില്ല. പക്ഷെ അതിന്റെ മുമ്പിലുള്ള കോഎഫിഷ്യന്റ് നമ്മൾ അതാണ് ആ നമ്പേഴ്സിന് നമ്മൾ കോഎഫിഷ്യന്റ് എന്നാണ് പറയാം. ആ റൂട്ടിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ആ ഓപ്പറേഷൻ ചെയ്യാം. അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാം. ഇഫ് റൂട്ട് ഇസ് സെയിം. പക്ഷെ റൂട്ട് ഇവിടെ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഈ സാമ്പിൾ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ √5 + √2 ഇതെങ്ങനെ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കിതെങ്ങനെ ചെയ്യാം? ഇതിപ്പോ ഏത് ഫോമില നമ്മൾ നോക്കുന്നത്? നമുക്കൊരു ആൽജിബ്രിക് ഐഡന്റിറ്റി a+b² അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്യാം. എന്താണ് a+b²? ഇത് നമ്മുടെ a ആണ്, ഇത് നമ്മുടെ b ആണ്. എന്താണ് a² അതായത് √5² പ്ലസ് 2 × a × b പ്ലസ് b² അല്ലെ? അപ്പൊ √5² എന്ന് പറഞ്ഞാൽ 5 ആണ്, പ്ലസ് 2 √5 × √2 √10 5 2s are 10 അങ്ങനെ മൾട്ടിപ്ലൈ. നമുക്ക് ആഡും സബ്ട്രാക്റ്റും ആണ് വേറെ റൂട്ട് നമ്പേഴ്സ് ആണെങ്കിൽ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമുക്ക് ഡിവൈഡും ചെയ്യാം മൾട്ടിപ്ലൈയും ചെയ്യാം കേട്ടോ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അത് ബാധകമല്ല. ഉള്ളി ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. √5 + √2 എന്നാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ബസ് 2 √10 + 2 ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. സോ നമുക്ക് ആഡ് ചെയ്യാം. 5 + 2 7 7 + 2 √10 is your answer. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് മാച്ചിങ് ആണ്. സോ നമ്മളത് എഴുതാം. എഗൈൻ ഇവിടെ റീസൺ എഴുതാം. a+b² = a² + 2ab + b².
സോ നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആയതുകൊണ്ട് ചെയ്യാം. പകരം ഇതിന് ഇടയിൽ അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ വെക്കാം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് റൂട്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണെങ്കിൽ പോലും ചെയ്യാം. സോ 2 root 2 plus 2 ഇത് രണ്ടും കോൺസ്റ്റൻസ് ആയിരിക്കണം, അതിന്റെ വേറെ ഒന്നും കൂടെ ഇല്ല. സോ ഇറ്റ് വിൽ ബി 7 plus 2 root 10. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യാം, എന്നാലേ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്കത് ചെയ്യാം. √3 plus √2 into √3 minus √2. ഇത് ഏത് ഫോർമുല? a plus b into a minus b, that is equal to a square minus b square. നമ്മുടെ a എന്താണ്? √3 the whole square minus √2 the whole square. √3 into √3 3 ആണ്. 3 minus 2, the answer is 1. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഐഡന്റിറ്റീസ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഐഡന്റിറ്റി ഫോമിലാണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായാലോ? ഇതാണ് സിംപ്ലിഫൈ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു റൂട്ടുകൾ ഡിഫറെന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ആഡും സബ്ട്രാക്ട് ഒന്നും തന്നെ അതിന് പരസ്പരം അതിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് അതിന്റെ ഓപ്പറേഷൻ മനസ്സിലാക്കാനാണ്. 4 √3 plus √2. ഇവിടെ റൂട്ടുകൾ രണ്ട് ഡിഫറെന്റ് ആണ്, അതന്നെ തമ്മിലുള്ള സൈന് പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. 7 √3 plus 8 √3. ഇവിടെ രണ്ടിന്റെയും റൂട്ട് സെയിം ആണ്. അപ്പൊ നമുക്ക് 7 plus 8 ആഡ് ചെയ്യണം, അതായത് 15 √3 എന്നാണ് നമ്മുടെ ആൻസർ. ഇത് നമ്മൾ എന്തുകൊണ്ട് ആഡ് ചെയ്തു? ഈ രണ്ട് റൂട്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ആഡ് ചെയ്യില്ല കേട്ടോ, √3 plus √3 എന്ന് ചെയ്യാൻ പറ്റില്ല. √3 into √2. ഇവിടെ രണ്ടും ഡിഫറെന്റ് റൂട്ട് ആണ്, പക്ഷെ അത് തമ്മിലുള്ള സൈൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് √6. Again 4 √2 into 7 √3. Again ഇവിടെ കോഎഫിഷ്യൻസ് ഡിഫറെന്റ് ആണ്, നമ്മുടെ റൂട്ട് നമ്പറും ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4ഉം 7ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 4 7s are 28 √6. അല്ലാണ്ട് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റില്ല. അത് 4 into 2 into 7 into 3 അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ കോഎഫിഷ്യൻസ് സെപ്പറേറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ റൂട്ട് നമ്പേഴ്സ് റൂട്ടിൽ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ടിൽ നിന്ന് പുറത്ത് അത് ഇറക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സക്സസീവ് മാഗ്നിഫിക്കേഷനും അതുകൂടാതെ നമ്മൾ പഠിച്ചത് എന്താണ്, എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്ന രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ ഇതാക്കി പഠിക്കുക. ഇത് കുറച്ചുകൂടി നല്ല ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു ലാസ്റ്റ് ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് റാഷണലൈസേഷൻ. അപ്പോൾ റാഷണലൈസേഷനും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വീഡിയോ നമുക്ക് വൈൻഡ് ഓഫ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഇററാഷണൽ നമ്പർ കൺസ്ട്രക്ഷനും ഇററാഷണൽ നമ്പറിന്റെ കൺസ്ട്രക്ഷനും പിന്നെ അതേപോലെ തന്നെ എക്സ്പൊണന്റ് ലോസും ആണ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്. ആ രണ്ട് പോർഷൻ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടെ ഈ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തറോ ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ക്വസ്റ്റ്യനും എക്സാമ്പിൾസും എല്ലാം തന്നെ ചെയ്ത് പഠിക്കുക. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയാം, മാത്സിൽ നമ്മൾ പഠിക്കുന്നത് പുറത്തത്തെ ക്വസ്റ്റ്യൻ അല്ല. ആദ്യം ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആദ്യം തന്നെ സോൾവ് ചെയ്ത് പക്കയായിട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80% ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും. ബാക്കിയുള്ള 20% മാത്രമേ നിങ്ങൾക്ക് പുറത്തുനിന്ന് ചോദിക്കാൻ തന്നെ ചാൻസ് ഉള്ളൂ. അപ്പൊ 80% പക്കയാണെങ്കിൽ നമുക്ക് ഒരു 50+ മാർക്സ് എന്തായാലും 100ൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് ക്വസ്റ്റ്യനും എക്സാമ്പിൾസും നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കോമൻസിലോ മെസ്സേജിലോ ഞാൻ ഇന്നലെ മെയിൽ ഐ ഡിയും തന്നിരുന്നു. ഇല്ല, ഇന്നലെ മെയിൽ ഐ ഡിയും തന്നിരുന്നു. സോ ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇനി റാഷണലൈസേഷൻ എങ്ങനെയെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അടുത്ത പോർഷൻ അതാണ്. ക്വസ്റ്റ്യൻ റാഷണലൈസ് എന്നാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1/√7. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഒരിക്കലും ഡിനോമിനേറ്റർ ആയിട്ട് വരാൻ പാടില്ല. നമ്മൾ എന്തിനാ റാഷണലൈസ് ചെയ്യുന്നു എന്നല്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ. വെറുതെ കിട്ടാൽ പോലെ എന്തിനാ ഈ സാധനത്തിനൊക്കെ പിടിച്ച് റാഷണലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരിക്കലും ഡിനോമിനേറ്ററിൽ റൂട്ട് നമ്പേഴ്സ് വരാൻ പാടില്ല. ഇറാഷണൽ നമ്പേഴ്സ് ഒരിക്കലും ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അപ്പൊ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ആ അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് റാഷണലൈസ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എന്തിനാണ് റാഷണലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ബിലോ പാർട്ടിൽ ഫ്രാക്ഷന്റെ താഴത്തെ പാർട്ടിൽ ഒരിക്കലും ഇറാഷണൽ നമ്പേഴ്സ് വരാൻ പാടില്ല. ആ ഇറാഷണൽ നമ്പേഴ്സ് അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 1/√7 ഈ √7 എങ്ങനെ എനിക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ ഈ √7 നമ്മൾ താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ സെയിം നമ്പർ തന്നെ താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 1 into √7. The answer is √7 and √7 into √7 is 7. അപ്പൊ നമുക്ക് മാറി. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യാം അല്ലെ? നമുക്ക് ക്യാൻസൽ ചെയ്യാം. എങ്ങനെ ക്യാൻസൽ ചെയ്യാം?
ഇതേതാ സെയിം ആൻസർ കേട്ടോ. നമ്മുടെ ആൻസർ √7/7. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ √7/7. ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഗെയിൻ 1/√7 കിട്ടും. നിങ്ങൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഗെയിൻ 1/√7 കിട്ടും. സോ അത് ക്യാൻസൽ ചെയ്യേണ്ട. നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് √7/7. നിങ്ങളുടെ ഉദ്ദേശം നടന്നു. എന്താണ്? ഡിനോമിനേറ്ററിൽ നിന്ന് ആ √7 പോയി. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. 2/√7 - √6 എങ്ങനെ റാഷണലൈസ് ചെയ്യാം? അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/√7 - √6. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ 1/√7 ആ അടിയിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സെയിം നമ്പർ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. പക്ഷേ താഴത്തെ സൈന് മൈനസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമ്പർ പ്ലസ് ആണ്. ഏത് സൈനാണോ ഏത് ഓപ്പറേഷൻ ആണോ ഈ രണ്ട് റൂട്ടിന്റെയും ഇടയിലുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആ സെയിം സൈൻ ഇവിടെ രണ്ടിടത്തും പ്ലസ് തന്നെ ആയിരിക്കണം കേട്ടോ. ആ ഓപ്പോസിറ്റ് സൈൻ വെച്ച് ചെയ്യുക. അതാണ് റൂള്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ മോർ ദാൻ 1 നമ്പർ ആയിട്ടുള്ള ഓപ്പറേഷൻ ഡിനോമിനേറ്ററിലെ റൂട്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ then you have to multiply the denominator and numerator with the opposite sign. പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. ഇവിടെ മൈനസ് ആയിട്ട് പ്ലസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ പറയാ 2 × √7 + √6. ഇവിടെ നോക്കിക്കേ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്തിനാണ് ഓപ്പോസിറ്റ് സൈൻ ചെയ്തത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്പോസിറ്റ് സൈൻ ചെയ്യാനൊരു കാരണമുണ്ട്. നമുക്ക് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോം എപ്പോഴും a + b × a - b ഫോർമാറ്റ് വരണം. അതായത് ഒന്ന് a + b ഒന്ന് a - b. മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? a² - b². ഈ ഫോമിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈൻ വെച്ച് ചെയ്യുന്നത്, റാഷണലൈസ് ചെയ്യുന്നത്? കാരണം എനിക്ക് a + b a - b ഫോം എനിക്ക് ഡിനോമിനേറ്ററിൽ കിട്ടണം. ഇങ്ങനെ അത് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഒറ്റ നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിപ്പോൾ 1/√7 അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് യൂഷ്വലി ചോദിക്കുക. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിലോ 2 3 നമ്പേഴ്സ് തമ്മിൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ then you have to do by this method. ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് മൾട്ടിപ്ലൈയും ചെയ്യുക, ഡിവൈഡും ചെയ്യുക. അത് എന്തിനാണ്? ആ ഡിനോമിനേറ്റർ പാർട്ടിൽ ഈ ഐഡന്റിറ്റി കിട്ടാനാണ്. അപ്പോൾ again √7 - √6 × √7 പ്ലസ് അല്ലേ ഇങ്ങനെ നമുക്ക് എന്താണ് ആൻസർ? 2 × √7 = 2√7 പ്ലസ് 2 × √6 will be 2√6 divided by ഇത് a + b a - b ഫോമിലാണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? a² - b². അതായത് √7² - √6². സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2√7 + 2√6/1 അല്ലെങ്കിൽ 2√7 + 2√6/1 എന്ന് പറഞ്ഞാൽ സെയിം ആൻസർ ആണ്. ഇതാണ് ആൻസർ. കാരണം 7 - √7² 7 ആണ്. ആൻഡ് √6 × √6 എന്ന 6 ആണ്. 7 - 6 ആൻസർ ഇസ് 1. മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇറാഷണൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും a + b a - b ഫോമിലാക്കണം. അത് എന്ത് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡും ചെയ്യുക. ഞാൻ പറഞ്ഞു എപ്പോഴും ഫ്രാക്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിവൈഡും കൂടി ചെയ്യണം. എന്നിട്ടത് അടിയിലത്തത് ഈ ഫോമിലാണ്. അപ്പൊ a² - b². അപ്പൊ ആ റൂട്ട് ഇല്ലാണ്ടായി റാഷണലൈസ് ചെയ്യും. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനല്ലേ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/√7 - 2. അപ്പോൾ എഗെയിൻ നമുക്കിവിടെ രണ്ട് നമ്പേഴ്സ് വന്നു. സോ എന്താ ചെയ്യേണ്ട? ഓപ്പോസിറ്റ് സൈൻ ചെയ്യാം. √7 + 2 ആൻഡ് √7 + 2. 1 × √7 + 2 ആ സെയിം ആൻസർ ആണ്. ബൈ √7 the whole square - 2 the whole square. Again ഇവിടെ എഴുതാം റീസൺ a + b × a - b is equal to a² - b². നമ്മൾ ഏതാ ഐഡന്റിറ്റി യൂസ് ചെയ്യുന്നത് എഴുതണം കേട്ടോ. കാരണം റീസണിങ്ങിന് നമുക്ക് മാർക്ക് ഉണ്ട്. സോ √7 + 2 ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം 2 ഇവിടെ √7 ഇല്ല. അപ്പോൾ ഒന്നും തന്നെ അങ്ങനെ വിളിക്കാം. 7 - 4 2 2s are 4. അപ്പം √7 + 2 by 7 - 4 the answer is 3. സോ ഇതാണ് ആൻസർ. നമ്മുടെ ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി പക്കയാവും.
√2 + √3 by √2 - √3. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ന്യൂമറേറ്ററും കൂടി ഒരു റൂട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും? ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പിന്നെയും കാണിച്ചു തരുന്നത് ഈ റാഷണലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ക്വസ്റ്റ്യൻസ് ഇട്ട് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനല്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? എഗെയിൻ നമ്മൾ ഡിനോമിനേറ്റർ ആണ് നോക്കുക. ഡിനോമിനേറ്റർ സൈഡ് മൈനസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്ലസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, മുകളിലത്തെ ഭാഗം രണ്ടും സെയിം ആണ്. അപ്പോൾ അത് എന്ത് ഫോമിൽ വരും? √2 + √3 the whole square എന്ന് വരും അല്ലേ? അടിയിലോ √2² - √3² എന്ന് വരും അല്ലേ? അപ്പോൾ again ഞാനിവിടെ ഫോമിൽ എഴുതുകയാണ് a² - b² = a + b × a - b. നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ എഴുതാം √2 + √3 the whole square. again അതൊരു ആൽജിബ്രിക് ഐഡന്റിറ്റി. എന്താണ് ഐഡന്റിറ്റി? a² a + b the whole square. so a² + 2ab 2 × 3 √6 ട്ടാ പ്ലസ് b² എന്ന് പറഞ്ഞാൽ √3 the whole square divided by 2 - 3. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? √2 the whole square എന്ന് പറഞ്ഞാൽ 2 ആണ്, ആൻഡ് √3 the whole square എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2 + 3 5 + 2 √6 by -1. ആ മൈനസ് നിങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. സോ ഇവിടെ നിങ്ങൾ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ആൻസർ വിൽ ബി, ആ മൈനസ് നിങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. സോ ഈ ആൻസർ വിൽ ബി -5 + 2 √6. ഇതായിരിക്കും നിങ്ങൾ ആൻസർ. നിങ്ങൾ മുകളിൽ ബൈ -1 എന്നാണെങ്കിൽ -2 എന്ന് പറഞ്ഞാൽ ആ മൈനസ് നിങ്ങൾക്ക് പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരാം. സോ ആ മൈനസ് പക്ഷേ എല്ലാത്തിനും കോമൺ ആയിരിക്കും. 5 + 2 √6 മൈനസ് ഹോൾ ബ്രാക്കറ്റ് 5 + 2 √6. അപ്പോൾ മനസ്സിലായാലും ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ ഐഡന്റിറ്റീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഐഡന്റിറ്റി നിങ്ങൾ എഴുതാം a + b the whole square = a² + 2ab + b². രണ്ട് ഐഡന്റിറ്റീസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്താ പറയുക ഞാൻ ചോദിക്കാം. അത് നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് അയച്ചു തരാം. അത് നിങ്ങൾക്ക് jazeemizna@gmail.com അയച്ചു തരാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ അയച്ചു തരാം, മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോമൻസിൽ ഒരു പിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഓക്കെ, ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ഈ റാഷണലൈസേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സക്സസീവ് മാഗ്നിഫിക്കേഷൻ പഠിച്ചു, സിംപ്ലിഫിക്കേഷൻ പഠിച്ചു, ആൻഡ് റാഷണലൈസേഷൻ പഠിച്ചു. എല്ലാ ടോപ്പിക്സും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് റാഷണലൈസേഷൻ ടോപ്പിക്കാണ്. ആ 3 ഐഡന്റിറ്റീസ് ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. നമ്മൾ a + b the whole square, a - b the whole square, a² - b². അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിൽ എന്താ ചെയ്തത്? നമ്മൾ മുകളിലത്തെ ഭാഗം √2 + √3 the whole square എന്ന് വന്നു. അടിയിലത്തെ ഭാഗം a + b × a - b. നമ്മളത് മനഃപൂർവ്വം നമ്മൾ ചെയ്തതാണ് അങ്ങനെ ആക്കാൻ. അപ്പോൾ അടിയിലത്തെ ഭാഗം നമുക്ക് -1 കിട്ടി, മറ്റത് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാം. ആൽജിബ്രിക് ഐഡന്റിറ്റി വെച്ച് എക്സ്പാൻഷൻ ചെയ്യാം. √2 + √3 the whole square എന്ന് പറയുമ്പോൾ √2 the whole square + 2 × √2 × √3. √2 × √3 എന്ന് പറയുമ്പോൾ √6 കിട്ടും. ആ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. റൂട്ട് നമ്പേഴ്സ് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കോയിഫിഷ്യൻ മറ്റേ പുറത്തുള്ള നമ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് √12 തന്നെ എഴുതാൻ പറ്റില്ല. + √3 the whole square. √2 the whole square എന്ന് പറഞ്ഞാൽ 2 ആണ്, √3 the whole square 3 ആണ്. 2 + 3 5. പക്ഷെ നമുക്ക് അടിയിൽ 2 - 3 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ -1. ആ മൈനസ് മുകളിലോട്ട് കൊണ്ടുവരാം. പക്ഷെ ആ മൈനസ് രണ്ടിനും കോമൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു ബ്രാക്കറ്റ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് റോങ് ആണ്, നിങ്ങളുടെ ആൻസർ റോങ് ആയി പോകും. ഈ -5നും 2 √6നും ഉള്ളതാണ്. അപ്പം -the whole bracket 5 + 2 √6 അതാണ് ആൻസർ. ഞാൻ ഈ താഴത്തെ മൈനസ് മുകളിലേക്ക് കൊണ്ടുവന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പാർട്ട് 1, 2, 3 കാണുക, അതിനുശേഷം 4 കാണുക. നമുക്ക് ഇനി ഒരു പാട്ടും കൂടി വേണ്ടി വരും, കാരണം ഇത് എല്ലാം കൂടി ഒരു വീഡിയോയിൽ കണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടാക്കണം. ഇത് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്, അതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ഇറാഷണൽ നമ്പറിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ലോ ഓഫ് എക്സ്പെറൻസ് ആണ് ചെറിയ പോർഷനുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ട് വൈൻഡ് ഓഫ് ചെയ്യാം. ഓക്കെ, സോ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാവുന്നതാണ്. സോ ഇത് എല്ലാവരും ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റൻസ് ഞാൻ ഇന്ന് തരുന്നതെല്ലാം ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, സോ അൺടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ബൈ ഫ്രം നിസ്ന. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.